ഇങ്ങനത്തെ വഴിപാടുകളും ഹീലിങ്ങും തമ്മിൽ എങ്ങനെയാണ് അത് ഈക്വൽ ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുക എന്നുള്ളത്? അപ്പോൾ ഈ വഴിപാട് കഴിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇച്ഛ നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടൊക്കെ ചെയ്യുന്നതാണല്ലേ, തടസ്സം മാറാനായിട്ട്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പാർട്ട്ണറിനെ വേണമെന്നായിരിക്കും ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക. പക്ഷെ ഈ നല്ല ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ പാറ്റേൺ ഇപ്പോൾ ഈ റിവേഴ്സ് കാർഡുകൾ എങ്ങനെയായിരിക്കും വായിക്കുക? ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു കാർഡ്, ഇത് 9 of Cups ആണ്. ഇത് വിട്ടുപോവോ, ഇത് അവരുടെ ഭയം. അതുകൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മരണം നമുക്ക് ഈ ടാരോ വഴിയിട്ട് നമുക്ക് ഏകദേശം അറിയാനെങ്കിലും പറ്റുമോ എന്നുള്ളത് നമ്മളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാരേജ് മാത്രമല്ല, ബിസിനസ് പാർട്ട്ണർഷിപ്പും, നമ്മൾ ലീഗൽ പാർട്ട്ണർഷിപ്പ് എല്ലാം അതിൽ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടില്ലേ, ഇത് ഇന്ന ആളായിട്ട് നമുക്ക് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അല്ല, ക്ലിയർ ആയിട്ടുള്ള ധാരണ കിട്ടും. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. അതായത് ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, മേ ബി അവര് പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുകയും പിന്നെ ഒരുപാട് പൊട്ടിപ്പോകുന്ന സിറ്റുവേഷനിലേക്ക് വരെ എത്തുന്ന കുറേ എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞു വരുന്നത് പാസ്റ്റ് ലൈഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും? അതിന് പാസ്റ്റ് ലൈഫ് ഹീലിങ്സ് ചെയ്യണം. അത് ഹീലിംഗിൽ വരുന്ന ഇത് അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഹീലിങ്സ് മെത്തേഡ്സിലേക്ക് കടക്കാം. നമ്മളത് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെ പ്രശ്നം അനുസരിച്ച് ഹീലിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴേക്കും നെഗറ്റീവ് ഫലങ്ങളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ മനുഷ്യന്മാരാണല്ലോ, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലൊരു അയ്യോ ഇതെങ്ങനെ ഞാൻ പറയും എന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, നെഗറ്റീവുകളാണല്ലോ നമുക്ക് എപ്പോഴും പറയാനുണ്ടാവുക. പോസിറ്റീവ്സ് ഓബ്വിയസ്ലി ഉണ്ടാവും. പക്ഷേ നമ്മളെ മുന്നിലിരിക്കുന്ന ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ്. അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അവരുടെ ഉള്ളിലെ എനർജി ക്ലിയർ അല്ലാതെ ബ്ലോക്ക് വരുമ്പോഴാണ്. ആ ബ്ലോക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി അവര് മാറ്റം വരുത്തണം അവരുടെ എനർജിയിൽ. അതിന് അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അവരെ എനിക്ക് ഹാപ്പിയാക്കി വിടാം. നിങ്ങൾ ഭയങ്കര സൂപ്പറാണ്, നല്ലതാണ്, എക്സലൻ്റ് ആണ്, കഴിവുകളാണ് എന്ന് പറഞ്ഞു വിടാം. ഒബ്വിയസ്ലി ഞാൻ അവരുടെ ഗുണങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. കാര്യം അവരുടെ ഗുണങ്ങൾ പറയുമ്പോൾ അവർക്കത് കോൺഫിഡൻസ് കൊടുക്കുക മാത്രമല്ല, അവർക്ക് ഹോപ്പ് ഉണ്ടാക്കി കൊടുക്കും. അവരെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ആദ്യം അവരുടെ പോസിറ്റീവ്സ് തന്നെ പറഞ്ഞു കൊടുക്കും. ആ പോസിറ്റീവ്സിലേക്ക് കണക്റ്റ് ആവാൻ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, അതൊന്ന് മാറ്റൂ, അത് മാറ്റാം, അതിനുള്ള സൊല്യൂഷൻസ് ഉൾപ്പെടെയാണ് പറഞ്ഞു കൊടുക്കുക. വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളല്ല ഉള്ളത്. നമ്മളെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഇതൊരു പ്രശ്നമാവില്ല. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴേക്കും നമ്മളൊരു ഒരു തമാശയുടെ പേരിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, മരണം നമുക്ക് ഈ ടാരോ വഴിയിട്ട് നമുക്ക് ഏകദേശം അറിയാനെങ്കിലും പറ്റുമോ എന്നുള്ളത് നമ്മളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിന് ഒരു സാധ്യതയുണ്ടോ? ഈ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ നന്നായിട്ട് ജീവിക്കാം എന്നുള്ളത്, അതിന് ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് അതിന് പറയാനുള്ള ഉത്തരം. കാര്യം എല്ലാവർക്കും ഒരു സമയം മരണം ഉണ്ടാവും. അപ്പം അത് അറിഞ്ഞ് പേടിച്ച് ഇരിക്കുന്ന എന്തിനാണ്? ഉള്ള സമയം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, അതാണ് അതിനുള്ള. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മുടെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് പോകുന്നില്ല, ട്രോമ ബോൺസ് ഒരുപാട് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് ആക്ച്വലി കാർമിക് പാർട്ട്ണർ ആയിരിക്കുമോ അവരുടെ? നിർബന്ധമില്ല. ഈ ജന്മത്തിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതും ആവാം. അത് എനർജി എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. പക്ഷേ റിലേഷൻഷിപ്സ് എപ്പോഴും നമ്മളുടെ സെൽഫ് റിഫ്ലക്ഷനാണ്. അതായത് നമ്മളുടെ ഉള്ളിലെ എനർജീസാണ് നമുക്ക് പാർട്ട്ണറിൽ അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് ബോണ്ടിങ് റിലേഷൻഷിപ്പുകളിൽ നമുക്ക് തിരികെ കിട്ടുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്കൊന്ന് നോക്കുക, അവിടെ ക്ലിയർ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതെന്താണെന്നുള്ളത് എനർജി റീഡിങ്ങിലൂടെയൊക്കെ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് എടുക്കുക. അത് എന്താ പറയുക, ടാരോ വഴി നമുക്ക് എടുക്കാം, സൈക്കോളജിക്കലി ആണെങ്കിൽ അങ്ങനെ എടുക്കാം.
അതായത് ഒരു രോഗമോ പ്രശ്നമോ അല്ല ഇത്, ഒരു സോളിൻ്റെ ജേണിയാണിത് അല്ലേ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ജേർണി ഓഫ് എ സോൾ. അതിൽ നമ്മൾക്ക് എല്ലാവർക്കും ജീവിച്ച എക്സ്പീരിയൻസ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെന്ന് പറയുമ്പോഴും അതൊന്നും ഓർമ്മയില്ല, പാസ്റ്റ് ലൈഫിൻ്റെ ഒന്നും. നമ്മളെല്ലാം പുതിയതായിട്ടാണ് തുടങ്ങുന്നത്, ഒന്നെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ഓരോ ജന്മവും. അവിടെ തെറ്റുകൾ പറ്റാം അല്ല, അങ്ങനെയാണ് പഠിക്കുക. പക്ഷെ അതിന്ന് പഠിക്കുന്നിടത്താണ് ഒരു മനുഷ്യന് ഗ്രോത്ത് ഉണ്ടാകുന്നത്. തെറ്റ് പറ്റുന്നേ ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനൊന്നും ചെയ്യുന്നില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. അതൊരു കർമ്മ ക്രിയേറ്റ് ചെയ്യാണ്. മടി പിടിച്ച് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നില്ല. തെറ്റ് പറ്റട്ടെ. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി, ബ്രേക്കായി, അതല്ലേ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ. അവിടെ നിന്ന് നമ്മൾ ഒരു കാര്യമെങ്കിലും ക്ലിയർ ചെയ്തില്ലേ നമ്മളെക്കുറിച്ച്. നമ്മൾ കൂടുതൽ മനസ്സിലാക്കി. സ്വയം മനസ്സിലാക്കാൻ പറ്റാത്തവർ നമ്മൾ ഗൈഡൻസ് എടുത്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ഇതിൽ തന്നെ നമ്മളൊരു പാറ്റേൺ ഉണ്ട് എന്നുള്ളത് ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളുടെ റിലേഷൻഷിപ്പുകളിലൊക്കെ ഒരേ ഒരു പാറ്റേൺ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. പക്ഷെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ സെയിം പാറ്റേൺ തന്നെ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാരോ വഴിയാണ് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുക. എനിക്കൊന്നും നമ്മളിപ്പോൾ ആസ്ട്രോളജി നോക്കിയാലോ അല്ലെങ്കിൽ വേറെ എന്ത് നോക്കിയാലോ നമുക്ക് അതിനൊരു ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഇപ്പം ഈ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾക്ക് പല റിലേഷൻഷിപ്സ് ഉണ്ടാകുമ്പോഴും ഈ മുഖങ്ങളെ മാറുന്നുള്ളൂ, അതായത് വ്യക്തികളുടെ മുഖങ്ങളെ മാറുന്നുള്ളൂ. അവരുടെ എല്ലാം ഉള്ളിലുള്ള കോർ എനർജി സെയിം ആയിരിക്കും. ഓക്കെ, ആ എനർജിയാണ് നമ്മളുടെ ഉള്ളിൽ ഹീല് ചെയ്യപ്പെടേണ്ട എനർജി. ഓക്കെ, അതായത് ഈ ഒരു റിലേഷൻ ഉണ്ടായി, അതിൽ അറ്റാച്ച്മെൻറ്റ് കൊടുത്ത് ഇത് വിട്ടുപോകുമോ എന്നുള്ള പേടിയുള്ള ആൾക്കാർക്ക് എപ്പോഴും അവിടെ ആ റിലേഷൻഷിപ്പിന് ബ്രേക്ക് വന്നുകൊണ്ടിരിക്കും. കാര്യം ഇത് വിട്ടുപോകുമോ, ഇതവരുടെ ഭയം. അതുകൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലപ്പം മാരേജിലൊക്കെ ആണെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന തലത്തിലേക്ക് അവർ കൊണ്ടെത്തിക്കും റിലേഷൻഷിപ്പ്. ഇതൊരു പാറ്റേൺ പോലെ ഒന്ന് പോയി രണ്ടും, ഇത് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. കാര്യം നമ്മുടെ ഉള്ളിലെ ആ ഒരു കാര്യം നമ്മൾ ഹീല് ചെയ്യുന്നത് വരെ നമ്മൾ സെയിം പാറ്റേൺ ഓഫ് പാർട്ട്നേഴ്സിനെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുക. അപ്പം നമ്മളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിന് തത്തുല്യമായിട്ടുള്ളവരായിരിക്കും നമ്മുടെ ചുറ്റും നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മുടെ സോള് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്, സോൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ അവരെങ്ങനെ വന്നു? നമ്മളുടെ എനർജിയെ ബേസ് ചെയ്ത് അവർ വന്നു. ഓക്കെ, അപ്പോൾ അത് പാറ്റേൺ ആണ്. അതപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം തരുന്ന പാറ്റേൺ ആണെങ്കിൽ ആ പാറ്റേൺ മാറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് മാനിഫെസ്റ്റേഷൻ എത്രത്തോളം അതിനകത്ത് വർക്കാവും? അല്ലെങ്കിൽ ഇപ്പം ടാരോ നോക്കി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അതിന് പ്ലസ് മാനിഫെസ്റ്റേഷനും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ പവർ ആയിരിക്കും? അല്ല, ഈ പാറ്റേൺസ് ഹീൽ ചെയ്യാത്ത ഒരാൾ വീണ്ടും ഈ പാറ്റേണെ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. കാര്യം എനിക്ക് ഇങ്ങനൊരു പാറ്റേൺ ഉണ്ട് ഇവിടെ, അത് റോങ് പാറ്റേൺ ആണ്, എൻ്റെ സോളിൻ്റെ ഗ്രോത്തിന് നല്ലതല്ല എന്ന് ഇവന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഇവൻ ഇത് തന്നെയല്ലേ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹീൽ ചെയ്യണം ആദ്യം. അതാ ഹീൽ ചെയ്യണം. കാരണം ഒരു പാർട്ട്ണറിന്, ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പാർട്ട്ണറിനെ വേണമെന്നായിരിക്കും ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക. പക്ഷെ ഈ നല്ല ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ പാറ്റേൺ അനുസൃതമായിട്ട് വരുന്ന ഒരു ലൂപ്പ് തന്നെയാണ് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ടെത്തി അത് ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ഈ റിവേഴ്സ് കാർഡുകൾ എങ്ങനെയായിരിക്കും വായിക്കുക? ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു കാർഡ്, ഇത് 9 of Cups ആണ്. ഓക്കെ, ഇത് അപ്രൈറ്റ് ഇരിക്കുമ്പോൾ നമ്മളൊരു റീഡിങ്ങിൽ വരുമ്പോൾ നമ്മളിപ്പം എൻ്റെ ഒരു വിഷ് നടക്കുമോ എന്നാണ് ചിത്ര എന്നോട് ചോദിച്ചത് എങ്കിൽ ഇതതിന് യെസ് ആയിട്ടാണ് വരിക. ആ വിഷ് ഇവിടെ ഫുൾഫിൽ ആകുന്നു. ആ സമയം ഇത് റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് വന്നതെങ്കിൽ ആ വിഷ് നടക്കില്ല, അത് നോ ആയിട്ടാണ് വരിക. അങ്ങനെ ഓരോ കാർഡും സന്ദർഭവും അനുസരിച്ചിട്ട് അത് മാറാറുണ്ട്. ഇപ്പോൾ മേജർ അർക്കാന കാർഡുകളൊക്കെ അതിന് എന്തിനെയാണ് അപ്പോൾ സൂചിപ്പിക്കുന്നത്? അത് പലത് മനസ്സിൻ്റെ സഞ്ചാരമല്ലേ, അപ്പം പലതും പല എനർജീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു മേജർ അർക്കാന കാർഡ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ടെംപറൻസ്. ഓക്കെ, ഈ ഒരു കാർഡ് മേജർ അർക്കാന കാർഡാണ്. ഇത് നമ്മളുടെ
ഇമോഷണൽ ബാലൻസിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പം അത് കപ്സ് എനർജിയാണ്, ഇമോഷണൽ എനർജിയാണ്. അതേസമയം വേറൊരു കാർഡ് എടുക്കാം. ഓക്കെ, സൺ. ഇത് നമ്മളുടെ ഹീലിങ്ങിനെ സൂചിപ്പിക്കുന്നു, ഇന്ന വിസ്ഡത്തിനെ സൂചിപ്പിക്കുന്നു. ഓരോ റീഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫാദറുമായിട്ടുള്ള റിലേഷൻ, നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിനെ സൂചിപ്പിക്കുന്നു, നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു, നമ്മളുടെ വിസ്ഡം എത്രത്തോളമുണ്ട് അതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഓരോന്നും പല എനർജീസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അത് ടാരോ പഠിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. ഇപ്പോൾ ആ ഒരു സംശയം വെച്ച് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഓരോ കാർഡിനും പല മീനിങ് ഉണ്ടോ അതോ ഒരൊറ്റ അർത്ഥം ഉണ്ടാവുള്ളൂ? അല്ല, ഓരോ കാർഡിനും അതിന് സ്ഥായിയായി ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കാർഡ്സിന് മീനിങ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഓരോ സന്ദർഭത്തിലും ഈ കാർഡ് വരുമ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് മാറും. അതായത് ഒരു ഇമോഷണൽ റീഡിങ് എടുക്കുമ്പോൾ ഉള്ള മീനിങ് ആവില്ല ഇപ്പം നമ്മളൊരു കരിയർ റീഡിങ് എടുക്കുമ്പോൾ. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് മാറുന്നത് ആ റീഡർ എങ്ങനെ അതിനെ നോക്കി കാണുന്നു, ആ വ്യക്തി വന്നിരിക്കുന്ന വ്യക്തിയുടെ എനർജി എങ്ങനെ വരുന്നു, പിന്നെ നമ്മളുടെ ഇൻഡ്യൂഷൻ അതിനെ എങ്ങനെ പറഞ്ഞു തരുന്നു എന്നുള്ളതനുസരിച്ചാണ്. കാരണം ബേസിക്കലി ഇതൊരു ടൂള് മാത്രമാണ്, മേജർലി ഒരു ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് ടാറോ എന്ന് പറയുന്നത്. അങ്ങനെ അതിനെ കാണാം. ഇപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ആ ആളുടെ, ആ നോക്കുന്ന റീഡറിൻ്റെ പ്യൂരിറ്റി എത്രത്തോളം ആ ഒരു കാർഡിൽ റിഫ്ലക്റ്റ് ചെയ്യും? അതോ ഇപ്പോൾ അധികം ഇങ്ങനത്തെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലിയൊന്നും നോക്കാത്തൊരു ആളാണ് എന്നുണ്ടെങ്കിൽ ആ കാർഡ് എടുക്കുന്നതിൽ മാറ്റം വരും? ഒബ്വിയസ്ലി അയാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ മാറ്റം വരും. കാർഡ് വരുന്നതിൽ മാറ്റം വരുന്നുണ്ടാവില്ല, പക്ഷെ ഇയാൾക്ക് ഇത് മനസ്സിലാക്കുന്നതിൽ മാറ്റം വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരാളുടെ ലൈഫ് അതിൻ്റെ മേജർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അത്രയും റെസ്പോൺസിബിളായിട്ട് നമ്മൾ അത്രയും സത്യസന്ധമായിട്ട് നമ്മൾ അതിനോട് പാഷനേറ്റ് ആയിട്ട് ലോയലായിട്ട് ഹോണസ്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നത്. അതവിടെ ഞാനിപ്പം തെറ്റായി ചെയ്താൽ എനിക്ക് കർമ്മ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സത്യസന്ധത ബേസിക്കലി പുലർത്തണം. അല്ലെങ്കിൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കോൺട്രഡിക്റ്റിങ് എനർജിയാണ്. ഞാനിപ്പം അവിടെ പറയുന്നത് അല്ല ഇവിടെ പറയുന്നത്, കള്ളം പറഞ്ഞു നടക്കുന്നു, എന്നെ തന്നെ ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കുന്നു, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ജീവിതത്തിൽ പാലിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു കോൺട്രഡിക്ഷനായി മാറി എനിക്ക്. അങ്ങനെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് വേറൊരാളുടെ പ്രശ്നത്തിന് സത്യസന്ധമായ മറുപടി കൊടുക്കാൻ പറ്റുക? അപ്പം അത് ഒരു റീഡറുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആസ്ട്രോളജിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് ഇന്ന അമ്പലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന വഴിപാട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ടാരോ നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് അതിനകത്ത് പറയുകയാണ്, നമ്മളത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ഹീലിംഗ് മാത്രമേ ഒരു സൊല്യൂഷനായിട്ട് ഉള്ളൂ? ഹീലിംഗ് എന്ന് പറയുന്നതിന് ഇമ്മൻസ് നമ്പർ ഓഫ് വഴികളുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഇങ്ങനത്തെ വഴിപാടുകളും ഹീലിങ്ങും തമ്മിൽ എങ്ങനെയാണ് അത് ഈക്വലായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുക എന്നുള്ളത്? ഇപ്പം ഈ വഴിപാട് കഴിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇച്ഛ നടക്കാൻ വേണ്ടിയിട്ടല്ലേ, ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടൊക്കെ ചെയ്യുന്നതാണല്ലേ, തടസ്സം മാറാനായിട്ട്. ഒരാഗ്രഹമുണ്ട്, അത് നടക്കുന്നില്ല, അതിന് തടസ്സം വരുന്നു. അപ്പോൾ ഒരു ജ്യോതിഷൻ പറയുന്നു ഇന്ന ഒരു വഴിപാട് കഴിക്കുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ടായിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു അതിന് തത്തുല്യമായ റിസൾട്ടാണ് വരിക. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആ വഴിപാട് അവിടെ കഴിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഇൻറ്റൻഷൻ എന്താണ് അല്ലേ? എനിക്ക് ഈ പ്രശ്നങ്ങൾ മാറുക, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി, കാര്യം എൻ്റെ പ്രാർത്ഥന അതാണ്, എൻ്റെ ഇൻറ്റൻഷൻ അതാണ്. ആ ഇൻറ്റൻഷൻ ക്ലാരിറ്റി ഉള്ളതാവുമ്പോൾ യൂണിവേഴ്സ് അത് കേൾക്കുന്നു, നമുക്കതിന് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് വിശ്വാസമില്ലാതെ ഇപ്പം നാട്ടിലില്ലാത്തവർ വഴിപാട് കഴിച്ചു എല്ലാ പ്രശ്നം മാറും എന്ന് പറഞ്ഞാൽ അതൊക്കെ
അതൊക്കെ ഒരു പ്രഹസനമായിട്ടേ എനിക്ക് അത് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലില്ലാത്ത ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടില് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി വഴിപാട് കഴിപ്പിക്കുന്നത് നമ്മൾ ഇവിടെയുള്ള ആൾക്കാരായിരിക്കും. അത് ഓരോരുത്തരുടെ വിശ്വാസം. ഇന്നത് ചെയ്താൽ എനിക്കിത് നടക്കുന്ന, നാട്ടിലില്ലാത്ത ഒരാളും അതവിടെ ചെയ്യുമ്പോ എനിക്ക് ഇവിടെ മാറ്റം വരുമെന്ന് ഇവൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മനസ്സിന്റെ സഞ്ചാരം പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആണ്, അതേസമയം നമുക്ക് കൺഫ്യൂസിങ്ങും ആണ്. ഈ മനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഒരു മനുഷ്യന്റെ ആഗ്രഹപൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ അവനവന്റെ സക്സസിലേക്ക് ഉള്ള വഴി. അത് എല്ലാം മനസ്സാണെല്ലാം. വാട്ട് യു തിങ്ക് യു ആർ അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ അട്രാക്ട് ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ കുറയ്ക്കാനും ഒക്കെ നമ്മളെ ഈ ഭക്തി സഹായിക്കുന്നു. അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലേക്ക് കണക്ട് ചെയ്യും, മ്യൂസിക് പോലെയുള്ളത് അല്ലേ? നമ്മളിപ്പം ഒരു സീരീസ് കാണുന്ന ഒരാൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവൻ അത് കാണുമ്പോൾ അവൻ റിലാക്സ്ഡ് ആവുന്നുണ്ടെങ്കിൽ അവൻ പോസിറ്റീവ് ആകുകയാണ്. അപ്പം അതിന് ഒരു നേരം നാമം ജപിക്കുന്ന പോലെ ഒരു പോസിറ്റിവിറ്റി നല്ലൊരു സീരീസ് കണ്ടാൽ ഇവന് ചിലപ്പം കിട്ടാം. അത് ഓരോരുത്തരുടെ മനസ്സനുസരിച്ചിട്ടാണ്. പിന്നെ നാമജപങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു വൈബ്രേഷൻ, എനർജി വൈബ്രേഷൻ ഉണ്ട്, സൗണ്ട് വൈബ്രേഷൻ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ കുറച്ച് ക്ലെൻസ്ഡ് ആക്കും.